నీలి మబ్బు కోసం తరలింది తనకు తానే ఆకాశం పరదేశం శిఖరపు అంచు నుంచి నేల జారిపోయిన నీటి చుక్క కోసం విడిచింది చూడు నగమే తన వాసం వనవాసం പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുടിഞ്ഞ കാറ്റും മഴയല്ലായിരുന്നോ? പക്ഷെ നാശനഷ്ടം കൂടി വരുത്തിയെന്നാണല്ലോ പറയുന്നത് കേട്ടത്. കേട്ടാ ഡാനി, ആ വർക്കിയെ വിശ്വസിക്കാവോ? വർക്കിയെ വിശ്വസിക്കാവോന്ന് അറിയത്തില്ല. എന്തായാലും പൂര പൈസയാണ്. ഇനി വാ നമുക്ക് നോക്കാം. ഹലോ എടാ വിനോദ, നീ എന്നാടാ ഇവിടെ? ഞാനിപ്പോ ഇവിടെ ആയില്ലേ, വർക്കിസാറിന്റെ കൂടെ. വർക്കിസാർ വലിയ ആളായില്ലേ, അപ്പൊ എന്നോട് പറഞ്ഞിട്ട് നിന്ന് കുക്കൊക്കെ ആയിട്ട് കൂടിക്കണം. അതുകൊണ്ട് ഞാനിപ്പോ വർക്കിസാറിന്റെ കൂടെ. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ വർക്കിസാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. വർക്ക് ഭയങ്കര നിലയിലാണെന്നൊക്കെയാണല്ലോ പറയുന്നത് കേട്ടല്ലോ വിനോദ. നിങ്ങൾ അറിഞ്ഞില്ലേ, എനിക്ക് 2 വർഷം മുമ്പ് ഒരു ലോട്ടറി അടിച്ചു. എത്രയാണെന്നൊന്നും അറിയത്തില്ല. ഭയങ്കര ബിസിനസ്സും കാര്യങ്ങളാണ്. മില്യണറല്ലേ, മില്യണറാ. നിങ്ങൾ ചുമ്മാ വന്നതേ ഉള്ളൂ. വർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ വിചാരിച്ചു നോക്കാം. ഇല്ല സാറിപ്പോ വരാൻ സമയം എന്തായി? ഇല്ല സാറ് വന്നു. నపు వీధి వీడి వలస వెళ్ళిపోయిన నీలి మబ్బు కోసం తరలింది తనకు తానే ఆకాశం పరదేశం శిఖరపు అంచు నుంచి నేల జారిపోయిన నీటి చుక్క కోసం విడిచింది చూడు నగమే తన వాసం వనవాసం Yes, Ismail. Yeah, call it, please. The call from Ismail. വായാലും ഞാൻ ഇന്നലെ കൂടി ബാങ്കിൽ ചെന്ന് ചെക്ക് ചെയ്ത്, ബാങ്കിൽ ചെക്ക് വന്നിട്ടില്ലല്ലോ. നാളെ രാവിലെ 10 മണിക്കുള്ളിൽ ചെക്ക് വന്നിട്ടില്ലെങ്കിൽ വർക്ക് ചെയ്യാൻ നീ അറിഞ്ഞിരിക്കും. നിങ്ങൾ തന്നെ പിള്ളേരെ ഇവിടെ കാണാൻ വേണ്ടി വന്നാ ഞങ്ങള്. എന്നാ പിള്ളേരെ നിങ്ങൾ നിൽക്കണം, ഇരിക്കേ. നിങ്ങളെന്താ കാര്യം? സാറേ, അവിടെ ഫോണിൽ കൂടെ പറഞ്ഞ സമൂഹത്തിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നോ. അടുത്ത ആഴ്ചയാണ് സാറാ ഫണ്ട് വേണ്ടത്. ഞങ്ങൾ ഉറപ്പ് കൊടുത്തോട്ടെ. വർക്കിക്ക് ഒരേ ഒരു വാക്കേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്റെ സെക്രട്ടറിയെ ബന്ധപ്പെട്ടാൽ മതി. പ്ലീസ് ഡു ഇറ്റ്. Yes, sir. നിങ്ങൾ ചായ വല്ലതും കുടിച്ചതാണോ? എടാ വിനോദേ, ഈ പിള്ളേർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് പോകണം. വേണ്ട സാറേ, ഞങ്ങൾ ഇച്ചിരി തിരക്കുണ്ട്. ഞങ്ങളത് ഇറങ്ങിക്കോട്ടെ. എന്നാ പിന്നെ അങ്ങനെയാട്ടോ. ഈ വർക്കിച്ചിന് എന്നെ ചാടയാണ്. എങ്ങനെ നടന്നതാണ്? ഇപ്പൊ പണ്ടൊക്കെ BBC ആയിരുന്നു. ഇപ്പൊ അവരെ കണ്ട ബോളിവുഡ് നോടം തോറ്റു പോകും. എങ്ങനെ പോലെ ഇവരൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്നവര്. പിന്നെ പണ്ട് നമ്മൾ കണ്ട വർക്കിച്ചൻ തന്നെ അന്ന് വന്ന് ഒരു കണക്ക് തന്നെ. നമുക്ക് ആരും ഒരു മാറ്റവും ഇല്ല. അവന് 10 ക്ലാസ് ഉണ്ട്, അവന് കൊടുക്കും. ഒന്നും പറയണ്ട. എനിക്ക് ലോട്ടറി അടിച്ച എന്റെ കയ്യെടുത്ത് പിടിച്ചിട്ട്. ഓ, എന്റെ
ഓക്കെ, നീ പോയിട്ടൊരു ചായ ഉള്ളേ. ഓ, മനുഷ്യന് നടു ഒടിഞ്ഞു പോയി. ഓ, നിനക്കറിയാവോ, രാവിലെ കണ്ട എന്ത് നല്ല സ്വപ്നമായിരുന്നു. ആ കൊച്ച പഴുത്തോടി കിട്ടില്ലായിരുന്നെങ്കിൽ. ഓ, ഞാൻ കണ്ട സ്വപ്നമൊന്നും മോശമൊന്നും നടന്നു. വളരെ നല്ലൊരു സ്വപ്നമാണ്. కనపు వీధి వీడి వలస బండిపోగిన నీలి మబ్బు కోసం తరలింది తనకు తానే ఆకాశం. എടീ, വെളുപ്പിനെ കാണുന്ന സ്വപ്നെല്ലാം ഫലിക്കും. എന്നാണ് ഈ വേണ്ട? ഇന്നൊരു ലോട്ടറി എനിക്ക് എടുത്തേ പറ്റും. ഞാനിന്നൊരു ലോട്ടറി എടുക്കുന്നു. അല്ലെങ്കിൽ നീ നാക്കെടുത്താൽ മുട്ടായി വെക്കി അല്ലാതെ വേറെ ഒന്നും നീ പറയാല. എനിക്ക് മേടിക്കും ഒരു ലോട്ടറി. എനിക്ക് ലോട്ടറിയൊക്കെ അടിച്ചിട്ട് വേണം ഈ വീടിന്റെ പകുതി മോർഗേജ് അടക്കി തീർക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പോയിട്ട് നാട്ടിൽ പോയിട്ട് 2 ഏക്കർ തോട്ടം മേടിച്ച് അടിപൊളിയായിട്ട് നാട്ടിൽ നമുക്ക് സുഖമായിട്ട് കഴിയണം. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു 3 മാസം കൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ നാട്ടിൽ പോവാം. നാട്ടിൽ നിന്ന് അടിച്ച് പൊളിച്ച് നമ്മൾ വരിക പോകുക. അപ്പൊ പലരും ഇവനാരാ പുള്ളി എന്നുള്ളത് പലരും നമ്മളെ പറ്റി ചിന്തിക്കും. നിനക്കൊക്കെ അങ്ങനെയൊക്കെ പറയാം. ലോട്ടറി അടിച്ച് തന്നെ കുളിക്കൂ. ആ അക്കൗണ്ടിലേക്ക് 4 കാശ് വന്നു കഴിഞ്ഞാല് നിന്റെ സ്വഭാവം മാറും. കാരണം വെച്ചാല് പിന്നെ നാളെ നീയെ പിള്ളേരെ രാജകുമാരിയെ പോണക്കല്ലേ നിന്നെ കൊണ്ടുകിടക്കാനിരിക്കണേ. രാജകുമാരിയെ പോണക്ക് ഇവിടെ നാട്ടിൽ പോകുന്നു. 2 മാസം 3 മാസം കൊണ്ട് നാട്ടിൽ പോകുന്നു, വരുന്നു. പിന്നെ എന്നാ നിനക്ക് വേറെ എന്നാ വേണ്ടത്? ഓ, അത് ഞാൻ മറന്നു. അവർ 2 മണിക്കൂറുണ്ടേ അവരിന്ന് പറഞ്ഞത്. ഇരിക്കോട്ടാണല്ലോ. നമുക്കെങ്ങനെ ഇത്തവണ ഓണാഘോഷ പരിപാടി ഒരു വ്യത്യസ്തമായ രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നു? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ നടത്തി. അത് തീരെ മോശമായത്. അതൊക്കെ നമുക്ക് അവിടെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തിരുവാതിര നടത്തി, പിള്ളേരുടെ ഭരതനാട്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒരേ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ബോറിംഗ് ആവും. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്ക്, അതായത് നമ്മുടെ സിനിമാറ്റിക് ഡാൻസ് ഇട്ടിട്ട് നമ്മൾ അതിനൊപ്പം സ്റ്റെപ്പ് വെക്കുക, നമ്മൾ അതിനൊപ്പം അഭിനയിക്കുക. നമുക്ക് ആ വഴിക്കൊന്നും ആലോചിച്ച് നോക്കിയാലോ? ഈ വിനോദം എവിടെ പോയി കിടക്കണേ? ഇവര് ഈ പറഞ്ഞ സമയത്തിന് വന്നില്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കും? നമ്മുടെ അച്ചായോ, ഈ അച്ചായൻ എവിടെ പോയിരിക്കണേ? നമ്മളെ ഇവിടുത്തെ കലാകാരന്മാരൊക്കെ വന്നിട്ടുണ്ടോ? എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്തുകൊണ്ട് താമസിച്ചു കേട്ടോ. സോറി. അല്ല ജീമോനെ, നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് എന്നാ പരിപാടി? എന്നാ ഉദ്ദേശിക്കുന്നത്? ഏതുതരം കലാപരിപാടിയാണ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രാവശ്യം? നമ്മൾ ഈ പ്രാവശ്യത്തെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാം. അതായത് ഞാനിപ്പോ ഒരു കാര്യം ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ അതിലെ പാട്ട് നമ്മൾ ഇട്ടിട്ട് നമ്മൾ അതിനൊപ്പം നമ്മൾ ഡാൻസ് ചെയ്യാം ഈ സ്റ്റേജിൽ. നമുക്കപ്പോ റിഹേഴ്സൽ നമുക്ക് ഇപ്പൊ തന്നെ CD ഇടാം. കല്യാണത്തെ നില കാഴ്ചാത പാനില നീരാനെ വാനില എന്നോട് വാനില തീയാത വെണ്ണില ഉൻ കാതൽ കണ്ണില ആകായം മണ്ണില കല്യാണത്തെ നില
കാഴ്ചാത പാലിന Papa, what type of dress are you wearing? It's so funny. മോളെ ദിസ് ഈസ് നോട്ട് ഫണ്ണി. എന്റെ പൊന്നച്ചായ, കൊച്ചിനൊക്കെ ഇതൊരു അത്ഭുതമാണ്. അവളെ ഇത് വലുത് കണ്ടിട്ടുണ്ടോ? അതന്നെ ചെയ്യുമ്പോൾ നീ അങ്ങനെ പറഞ്ഞത്. എന്റെ പൊന്ന് ഡാനി, ഒരു ഓണാഘോഷ പരിപാടി വെച്ചാ അതിനും ഒരു സമയമില്ലാത്ത മാതാപിതാക്കളാ നമ്മുടെ ഇവിടെ ഉള്ളത്. എത്ര കഷ്ടപ്പെട്ടൊരു ഓരോ ഓണാഘോഷ പരിപാടി നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നേ. പിന്നെ എങ്ങനെയാ അവരുടെ കൊച്ചുങ്ങൾക്കൊക്കെ നമ്മുടെ കൾച്ചറിനെ കുറിച്ച് വല്ല പിടിഞ്ഞാവോ? അതന്നെ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ എല്ലാവർക്കും ചോല പാസ്പോർട്ട് അല്ലേ? ആ ചുമന്ന പാസ്പോർട്ടൊക്കെയാ, എന്നാലും ഇതല്ലേ